എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒത്തിരി പേർക്ക് അറിയാം ഞാനൊരു ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഞാൻ ക്ലയൻസായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ ക്ലയൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ യൂഷ്വലി ഫോളോ ചെയ്യുന്ന ഒരു 5 സ്റ്റെപ്സ് ഉണ്ട്. അത് ഞാനിവിടെ പറഞ്ഞുതരാം. ക്ലയൻറ്റിനെ ഫേസ് ചെയ്യുന്ന ഏതൊരു ഇൻഡസ്ട്രിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു 5 സ്റ്റെപ്സാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലിസണിങ്. ഏതൊരു ക്ലയൻറ്റ് നമ്മുടെ മുന്നിൽ വന്നിരുന്നാലും ആദ്യം തന്നെ അവരെ കേൾക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവർക്ക് എന്താണ് പറയാനുള്ളത്, അതുപോലെ തന്നെ അവരുടെ ഗോൾസ്, അവരുടെ നീഡ്സ്, അവരുടെ വാണ്ട്സ്, ഇതെല്ലാം അവർ ഫസ്റ്റ് നമ്മുടെ ഇൻട്രാക്ഷനിൽ അവർ പറയും. അപ്പോൾ നമ്മളത് കേൾക്കുക. ഇനി അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു മീറ്റിംഗ് വന്നതെന്നുള്ളത്. സോ ദേ വിൽ സ്റ്റാർട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ്. അത് കഴിഞ്ഞ് എക്നോളജ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവരെ കേട്ടു എന്ന് അവർക്ക് എങ്ങനെ മനസ്സിലാവും? നമ്മളത് എക്നോളജ് ചെയ്യുമ്പോൾ. അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ കേട്ടത് മാത്രമല്ല, അതിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടി അവർക്ക് അതിൽ ബോധ്യമാവും. ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇൻഫർമേഷൻ ഗ്യാതറിങ്. ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൽ വരുന്നതാണ് ഇവർ പറയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയുക. അതായത് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഇവർ പറഞ്ഞിട്ടില്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ്, അവരുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻസ്, അങ്ങനെ എന്തെങ്കിലും അവരുടെ ഫൈനാൻഷ്യൽ പ്ലാനായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ അത് ചോദിച്ചറിയാം. ഇത് കഴിഞ്ഞ് ഫോർത്ത് സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇൻഫർമേഷൻസ് ഉണ്ട്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഇതെല്ലാം വെച്ച് നമ്മൾ നല്ലൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കുക. ആസ് എൻ അഡ്വൈസർ നമുക്ക് അവരുടെ നീഡ്സും വാണ്ട്സും നമ്മൾ തിരിച്ചറിയാനും സാധിക്കും. അതായത് ആ ക്ലയൻറ്റിന് എന്താണോ ആവശ്യം എന്നുള്ളതും എന്താണോ അത്യാവശ്യം എന്നുള്ളതും നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതും നമ്മുടെ പ്ലാനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു പ്ലാൻ പ്രൊപ്പോസൽ അവർക്ക് ചെയ്യാം. ഫിഫ്ത്ത് സ്റ്റേജാണ് എക്സ്പ്ലനേഷൻ. ഈ എക്സ്പ്ലനേഷനിൽ വരുന്നതാണ് നമ്മൾ എന്താണോ നമ്മൾ അവർക്ക് പ്രൊപ്പോസ് ചെയ്യുന്നത്, അതെന്തിനാണ് നമ്മൾ അവർക്ക് പ്രൊപ്പോസ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവണം. ഇല്ലെങ്കിൽ നാളെ ക്വസ്റ്റ്യൻ വരും, എനിക്ക് എന്തിനാണ് നിങ്ങൾ ഈ ഒരു സർവീസ് തന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് എനിക്ക് ഉപകാരം. നാളെ അവരോട് മറ്റൊരു അഡ്വൈസർ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ തന്നെ പ്ലാൻ ഉണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എന്ത് തരം ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. സോ നമ്മുടെ ക്ലയൻറ്റ് പറയുകയാണ്, ഓ എനിക്കറിയില്ല, എൻ്റെ അഡ്വൈസർ പറഞ്ഞത് ചെയ്തോളാം, സോ ഞാനത് ചെയ്യുന്നു. അങ്ങനെ ആയിരിക്കരുത്. സോ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ആസ് എൻ അഡ്വൈസർ എന്തോ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അതാണ് എക്സ്പ്ലനേഷൻ പാർട്ട്. പിന്നെ മസ്റ്റായിട്ട് എല്ലാ 3 to 6 months അവരുടെ കൂടെ ഇരുന്ന് ഒരു റിവ്യൂ ചെയ്യുക. താങ്ക് യു.